ടോക്കിംഗ് അബൌട്ട് ദ സൈലം ആസ് എ ബിസിനസ് നമ്മൾ ഡോക്ടർ അനന്തുനെയാണ് നമ്മൾ ഫോർ ഫ്രണ്ട് ആയി കാണുന്നത്. ബട്ട് ഹു ഇസ് ബിഹൈൻഡ് ദ ടീം, അതായത് ഹു ഇസ് ബിഹൈൻഡ് സൈലം എന്ന് പറയുകയാണെങ്കിൽ ഒരു കോർ സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ടാവല്ലോ. അപ്പൊ ആ ഒരു കമ്പനി എങ്ങനെ ബിൽഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് ആസ് എ സിംഗിൾ പേഴ്സൺ ഓൺലി. അപ്പം ഇനിഷ്യലി ഞാൻ തന്നെയാണ് ഈ പറയുന്നത് ഒരു വീട്ടിൽ എന്റെ ഒരു ബെഡ്റൂമിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ റൂം സ്റ്റുഡിയോ ആക്കി മാറ്റി അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്ന പോയി. അപ്പൊ അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു എട്ടെക്കിൽ റൺ ചെയ്യുന്ന മെജോറിറ്റി കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. അത് കോവിഡ് സമയം കൂടിയാണ്. അപ്പം നമുക്ക് ആരെയും സപ്പോർട്ടിന് കിട്ടൂല. ഞാൻ തന്നെ ക്യാമറ ഓൺ ചെയ്ത് പോയി, ഞാൻ തന്നെ വീഡിയോ എടുത്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്ററുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത ആ ഡിസ്കിൽ അവിടുന്ന് എഡിറ്റ് ചെയ്ത് വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഞാൻ തന്നെ, മെന്റർഷിപ്പ് ഞാൻ തന്നെ, എവറിത്തിങ് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ജേണിയിൽ നിന്ന് ലൈക്ക് അപ്പം ആദ്യത്തെ ഒരു 3 ഇയറും ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ലൈക്ക് നമ്മൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിലേക്ക് മാറാൻ തുടങ്ങി, നമ്മൾ പ്രോസസ്സുകൾ ബിൽഡ് ചെയ്യാൻ തന്നെ തുടങ്ങി. ബിക്കോസ് പ്രോസസ് ആൻഡ് സിസ്റ്റം ഡ്രിവൺ ആവാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഒരു ഫൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആള് ഒരു ദിവസം ഓഫീസിൽ പോയാൽ ആൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റണം. മീൻസ് ഏറ്റവും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റണം. അയാൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അയാൾ ചെന്നാൽ ഇന്ന മീറ്റിംഗ് ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്നിലെല്ലാം അയാൾ ഇൻവോൾവ് ചെയ്യേണ്ട ആളായി മാറണം എന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് കൃത്യമായ ഒരു ലെവൽ 2 L2 കൃത്യമായി പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ലെവൽ 2 ആളുകളെ കറക്റ്റ് ആയിട്ട് ഓരോ കാറ്റഗറി മാനേജേഴ്സ്, ഓരോ ചാനൽ മാനേജേഴ്സ് ആയിക്കോട്ടെ, കാറ്റഗറി മാനേജേഴ്സ് ആയിക്കോട്ടെ, ആ കാറ്റഗറി മാനേജേഴ്സ് ഷുഡ് ബി വെരി സ്ട്രോങ്. അപ്പം ആ ഒരു കാര്യത്തിലാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3 ഇയർ ആയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ പലരും എക്സ്പീരിയൻസ് അല്ലാത്ത ആളുകളെയാണ് കംപ്ലീറ്റ് ഇൻഎക്സ്പീരിയൻസ് ഫ്രഷേഴ്സിന് എങ്ങനെ നമ്മൾ മെജോറിറ്റി ഇപ്പം എട്ടെക് എന്ന് പറയുന്ന കേരളത്തിൽ പുതിയൊരു സിസ്റ്റം ആയിരുന്നല്ലോ. സിസ്റ്റത്തിൽ അത്രയും പണ്ടുള്ളതല്ല. എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ എട്ടെക് പുതിയതാണ്. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിലേക്ക് ഒരു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്ന ഒരു കൾച്ചറും ഇപ്പൊ വന്നിട്ടുള്ളതാണ്. അപ്പം ആ കൾച്ചറിലേക്ക് വരുന്നവർക്കെല്ലാം ഇതൊരു പുതിയ ഐഡിയ ആണ്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്ത് പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ കൂടെ നിന്ന്, അവരുടെ കൂടെ ബഡ്ഡിംഗ് ഫേസിൽ അവരുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഐഡിയ കൂടെ ടേക്കപ്പ് ചെയ്തിട്ട് അവരെ റൈറ്റ് പ്ലേസിൽ വെക്കുക. ഇപ്പം പലരും ഇപ്പൊ എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ചിലപ്പോൾ അവരവിടെ ഫിറ്റ് ആവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രൊക്യൂർമെന്റിലുള്ള ആള് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആള് വന്നപ്പോ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അക്കാഡമിക് മാനേജറായിട്ട് ആള് വന്നത്. ഒരു മീൻസ് ഒരു ടീം ഓഫ് ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന അക്കാഡമിക് മാനേജറായിട്ടാണ് വന്നത്. പക്ഷെ ആൾ കുറച്ചും കൂടെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ ആൾ കുറച്ചും കൂടെ മാനേജ്മെന്റ് അത്ര അത്ര മീൻസ് ഒരു ടീം ബിൽഡ് ചെയ്യാൻ അങ്ങനെ പറ്റാത്ത ആളായപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ അയാൾ ഫിറ്റ് ആവുന്ന പ്രൊക്യൂർമെന്റ് ആണെന്ന് തോന്നി. കാര്യം അവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ അല്ലാത്ത, വെൻഡേഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന, കൃത്യമായി കോട്ട് എടുക്കുന്ന, ആർക്കും അയാളെ സ്വാധീനിക്കാൻ പറ്റരുത്, അങ്ങനത്തെ ഒരാളായാലും അത് വർക്കാവുമെന്ന് തോന്നിയപ്പോൾ ആൾ എന്ത് ചെയ്തു, വേറെ പൊസിഷനിൽ നിന്ന് അവസാനം പ്രൊക്യൂർമെന്റ് അവിടെ അയാൾ വളരെ ഫിറ്റ് ആണ്. അപ്പൊ ആ ടീമിനെ ആൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെണ്ടർ മാനേജ്മെന്റ് ഉൾപ്പെടെ കാര്യങ്ങൾ അയാൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇപ്പൊ നമ്മള് ഓരോ കാൻഡിഡേറ്റ്സിനും ഈവൻ ഇഫ് യു ഹയർ ദം ഇനീഷ്യലി ആണെങ്കിലും അവരുടെ എവിടെയാണോ ബെസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി അവർക്ക് ചാൻസ് കൊടുത്തോണ്ട് അവർക്ക് അടുത്തടുത്ത ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കും. അപ്പൊ അവർക്ക് അവർ എപ്പോഴും ഞാൻ പറയുമ്പോൾ ഒരു 2-3 ഇയേഴ്സ് ഒരാൾ ഒരു സാധനം ചെയ്തുകൊണ്ടിരുന്നാൽ ബോറാകും. ഡെയിലി ആക്ടിവിറ്റി സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ അത് മടുത്തു. അപ്പൊ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അയാൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ കൊടുക്കുക, പഠിക്കാൻ കൊടുക്കുക. അപ്പൊ അയാൾ ചിലപ്പോൾ അതിലായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, എക്സൽ ചെയ്യുക. അപ്പം ആ ഒരു രീതി ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ സ്ട്രക്ചർ ഈസ് ഓൾവേസ് ദെയർ, KPI വിൽ ബി ദെയർ, പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്.